നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലോകക്രമത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായം അവസാനിച്ചിരിക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെഴ്സ്. ജർമ്മനി സ്വന്തം സൈന്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ തുറന്ന ഒരു വെളിപ്പെടുത്തലുമായി ഫ്രീഡറിക് മെഴ്സ് രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്പിന് സുരക്ഷ നൽകിയ പാക്സ് അമേരിക്കാന എന്ന യുഗം അവസാനിച്ചു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ പാക്സ് അമേരിക്കാന? എന്തുകൊണ്ടാണ് യൂറോപ്പ് ഇപ്പോൾ ഭയപ്പെടുന്നത്? യൂറോപ്പിന്റെ പ്രതിരോധ ഭാവിയെക്കുറിച്ചുള്ള മെഴ്സിന്റെ ദീർഘവീക്ഷണം എന്താണ്? നമുക്ക് ഈ നിർണായകമായ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാം. എന്താണ് പാക്സ് അമേരിക്കാന? പാക്സ് അമേരിക്കാന എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥമാകുന്നത് അമേരിക്കൻ സമാധാനം എന്നാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കൻ ഐക്യനാടുകളുടെ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ മേൽക്കോയ്മയിൽ ലോകത്ത്, പ്രത്യേകിച്ചും യൂറോപ്പിൽ സമാധാനം നിലനിർത്തിയിരുന്ന കാലഘട്ടമാണ് ഇത്. മാർഷൽ പ്ലാനിലൂടെ യൂറോപ്പിന്റെ പുനർനിർമ്മാണം, സോവിയറ്റ് യൂണിയന്റെ ഭീഷണിക്കെതിരെ രൂപീകരിച്ച നാറ്റോ സൈനിക സഖ്യം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. അതായത് യൂറോപ്പിന്റെ കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷ പൂർണ്ണമായും US സൈനിക ശക്തിയുടെ ഉറപ്പിൽ നിലനിർത്തി. ഈ പതിറ്റാണ്ടുകൾ യൂറോപ്പിന് സ്വന്തം പ്രതിരോധ കാര്യങ്ങളിൽ വലിയ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കാതെ സാമ്പത്തികമായി വളരാനുള്ള അവസരം നൽകി. എന്നാൽ ഈ യുഗമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നതായി ജർമ്മൻ ചാൻസലർ മുന്നറിയിപ്പ് നൽകുന്നത്. പാക്സ് അമേരിക്കാനയുടെ അന്ത്യം യാഥാർത്ഥ്യമാണ് എന്ന മെഴ്സിന്റെ വാക്കുകൾക്ക് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ സുരക്ഷാ ഗ്യാരണ്ടികൾ ദുർബലമാവുകയാണ്. ഈ മാറ്റം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായപ്പോൾ പെട്ടെന്ന് സംഭവിച്ചതല്ല. ട്രംപ് ഒറ്റ രാത്രി കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതല്ല. അമേരിക്കൻ നയവും ഒറ്റ രാത്രി കൊണ്ട് മാറാൻ പോകുന്നില്ല എന്ന് മെഴ്സ് ഓർമ്മിപ്പിച്ചു. വർഷങ്ങളായി വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ മുൻഗണനകൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യ പസഫിക് മേഖലയിലേക്ക്, പ്രത്യേകിച്ചും ചൈനയുടെ ഉയർച്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ യൂറോപ്പ് വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന നേതാക്കൾ US-ൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ US വിദേശ നയം വീണ്ടും പഴയതുപോലെ നമുക്ക് അനുകൂലമായി മാറുമെന്ന് കരുതി യൂറോപ്പ് സ്വയം മണ്ടന്മാർ ആകരുത്. ഈ യാഥാർത്ഥ്യബോധ്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് മെഴ്സിന്റെ പ്രധാന ആവശ്യം. യൂറോപ്പ് ഇനി സ്വന്തം കാലിൽ നിൽക്കണം. ഈ മാറ്റത്തിന്റെ വെളിച്ചത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. കൂടുതൽ തന്ത്രപരമായ സ്വയം ഭരണാവകാശം എന്ന ആശയമാണ് മെഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. യൂറോപ്പിനുള്ളിൽ തന്നെ ശക്തമായ സൈനിക, സാമ്പത്തിക, സാങ്കേതിക കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം. ഇതിനർത്ഥം നാറ്റോയെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് നാറ്റോയ്ക്കുള്ളിൽ പോലും യൂറോപ്പ് കൂടുതൽ ശക്തനായ പങ്കാളിയായി മാറണം എന്നാണ്. ഓരോ യൂറോപ്യൻ രാജ്യവും GDP-യുടെ ഒരു നിശ്ചിത ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കാനുള്ള നാറ്റോയുടെ ലക്ഷ്യം പാലിക്കാൻ മെഴ്സ് എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. അമേരിക്കൻ ആശ്രിതത്വം കുറയ്ക്കുന്നതിലൂടെ മാത്രമേ യൂറോപ്പിന് അന്താരാഷ്ട്ര വേദിയിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി വളരാനും സാധിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ യൂറോപ്പ് താരതമ്യേന സുരക്ഷ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ പാക്സ് അമേരിക്കാനോ അവസാനിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അല്ല എന്നാണ് ഉത്തരം. അല്ല എന്ന് മാത്രമല്ല, അതിന്റെ നേർ വിപരീതമാണ് കാര്യങ്ങൾ. പതിറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിനെ ഒരു യുദ്ധം നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. ശാന്തതയിൽ കഴിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തികളിൽ ടാങ്കുകളുടെ മുരളലും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പാക്സ് അമേരിക്കാന അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി റഷ്യയാണ്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനായി മോസ്കോയ്ക്ക് അമിതമായ ഇളവുകൾ നൽകുന്നതിനെതിരെയും മെഴ്സ് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇളവുകൾ നൽകി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നത് ക്രെംലിന്റെ അത്യാഗ്രഹങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേയുള്ളൂ. പ്രസിഡന്റ് പുടിൻ തന്റെ അധിനിവേശ യുക്രൈനിൽ മാത്രം ഒതുക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. റഷ്യയുടെ ലക്ഷ്യം യൂറോപ്പിന്റെ അതിർത്തികൾ മാറ്റിവരയ്ക്കുകയും മുൻ സോവിയറ്റ് പ്രദേശങ്ങളിൽ വീണ്ടും നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ്. ലാത്വിയ, ലിത്വാനിയ, എസ്തോണിയ തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങൾക്കും കിഴക്കൻ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾക്കും ഇത് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് റഷ്യയുടെ ആക്രമണോത്സുകതയെ ശക്തമായ സൈനിക ശേഷി കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നും അതിനായി യൂറോപ്പ് ഒന്നിച്ചു നിൽക്കണമെന്നും മെഴ്സ് ഓർമ്മിപ്പിച്ചു. ലോകം ഒരു സുപ്രധാന വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഉറപ്പായിരുന്ന പാക്സ് അമേരിക്കാന എന്ന സുരക്ഷാ കവചം മാഞ്ഞു പോകുമ്പോൾ യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭാവിയുടെ താക്കോൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈകളിൽ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാം അമേരിക്ക നോക്കിക്കോളുമെന്ന ആശ്വാസം ഇനിയില്ല. ചൈനയെയും റഷ്യയെയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയുടെ വളർന്നുവരുന്ന ആവശ്യമായി മാറിയിരിക്കുകയാണ്. മെഴ്സിന്റെ ഈ വാക്കുകൾ ഒരു ജർമ്മൻ ചാൻസലറുടെ മുന്നറിയിപ്പ് മാത്രമല്ല, മുഴുവൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തോടുമുള്ള ഒരു ആഹ്വാനമാണ്. ഇത് നിലവിലുള്ള ലോകക്രമത്തെ എങ്ങനെ ബാധിക്കുമെന്ന് തന്നെ കണ്ട് അറിയേണ്ടിയിരിക്കുന്നു.
മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.